നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ചിത്ര നക്ഷത്രക്കാർക്ക് 2026 ഫെബ്രുവരി മാസഫലമാണ്. ജ്യോതിഷശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 14ാമത്തേതായ ചിത്ര പ്രപഞ്ചത്തിൻ്റെ ശില്പിയായ വിശ്വകർമ്മനാൽ ഭരിക്കപ്പെടുകയും ചൊവ്വയുടെ ഊർജ്ജത്താൽ നയിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഈ വർഷം പ്രത്യേകിച്ചും ഫെബ്രുവരി മാസം ചിത്ര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൻ്റെ ശില്പികളായി മാറാനുള്ള സവിശേഷമായ അവസരമാണ് നൽകുന്നത്. ആകാശഗോളങ്ങളുടെ വിന്യാസവും ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും വിശകലനം ചെയ്യുമ്പോൾ ഈ കാലഘട്ടം കേവലം ഒരു മാസത്തിനപ്പുറം ജീവിതത്തിൻ്റെ വലിയൊരു പരിവർത്തനത്തിൻ്റെ തുടക്കമായാണ് കണക്കാക്കപ്പെടുന്നത്. ചിത്രക്കാർക്ക് ഓരോ മേഖലയിൽ ഉണ്ടായിരിക്കാവുന്ന മാറ്റങ്ങളും അതിനായുള്ള പരിഹാരങ്ങളും ഇതിൽ കാണാം. ചിത്ര നക്ഷത്രം രാശിചക്രത്തിലെ 2 പ്രബലമായ രാശികളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ആദ്യ പകുതി കന്നിരാശിയിലും രണ്ടാം പകുതി തുലാം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സവിശേഷമായ വിന്യാസം ചിത്രക്കാർക്ക് ബുധൻ്റെ ബുദ്ധിപരമായ സൂക്ഷ്മതയും ശുക്രൻ്റെ സൗന്ദര്യാത്മകമായ കാഴ്ചപ്പാടും ഒരുപോലെ പ്രദാനം ചെയ്യുന്നു. അഗ്നി ചിത്ര നക്ഷത്രത്തിൻ്റെ മൂലകമായ സ്വാഭാവിക മൂലകമായ ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് ഊർജ്ജസ്വലതയും വേഗതയും നൽകുമെങ്കിലും അമിതമായ ചൂടും സമ്മർദ്ദവും ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ നാം പരിശോധിക്കേണ്ടത്. ദേവത വിശ്വകർമാവ് സർഗാത്മകതയും നിർമ്മാണ നൈപുണ്യവും ഉള്ളതാണ്. ഭരണഗ്രഹം ചൊവ്വ ധൈര്യവും നിശ്ചയദാർഢ്യവും നൽകും. മൂലകം അഗ്നിയാണ് പരിവർത്തനത്തിനുള്ള ശേഷി. ഫെബ്രുവരി മാസത്തിലെ ഗ്രഹങ്ങളുടെ സഞ്ചാരം ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആസൂത്രണ ഘട്ടം ആണ്. ശനി മീനൻ രാശിയിൽ തുടരുന്നതും വ്യാഴം മിഥുനത്തിൽ നിന്ന് ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് നീങ്ങാൻ തുടങ്ങുന്നതും പ്രധാന പ്രത്യേകതകളാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ശനി മീനത്തിൽ നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക് 7ാം ഭാവത്തിലും തുലാക്കൂറുകാർക്ക് 6ാം ഭാവത്തിലുമാണ്. തുലാക്കൂറുകാർക്ക് ഇത് വിജയത്തിൻ്റെ സമയമാണെങ്കിൽ കന്നിക്കൂറുകാർക്ക് കൂട്ടുകെട്ടുകളിലും പങ്കാളിത്ത ബിസിനസ്സിലും ചെറിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാം. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നത് തുലാക്കൂറുകാർക്ക് ഭാഗ്യവും ഉന്നത പഠനത്തിലുള്ള അവസരങ്ങൾ നൽകും. കന്നിക്കൂറുകാർക്ക് 4ാം ഭാവത്തിലെ വ്യാഴം ഗൃഹസമാധാനത്തിനും സുഖ സൗകര്യങ്ങൾക്കും വഴി തുറക്കും. രാഹു 6ാം ഭാവത്തിൽ ശത്രുക്കളുടെ ജയിക്കാനും മത്സര പരീക്ഷകൾ വിജയിക്കാനും സഹായിക്കും. തുലാക്കൂറുകാർക്ക് രാഹു 5ാം ഭാവത്തിൽ നിൽക്കുന്നത് ബുദ്ധിപരമായ നീക്കങ്ങൾക്കും അപ്രതീക്ഷിത ലാഭങ്ങൾക്കും കാരണമാകും. പ്രണയകാര്യങ്ങളിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം. ചിത്ര നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ ഈ വർഷം ഫെബ്രുവരി ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമെന്നാണ് പറയുന്നത്. സ്വന്തം കഴിവിൽ വിശ്വസിക്കുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള യോഗമാണ് കാണുന്നത്. നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ നിങ്ങളുടെ കഠിനാധ്വാനവും കൃത്യതയും മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടും. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നത് മീറ്റിങ്ങുകളിലും പ്രസന്റേഷനുകളിലും മുൻതൂക്കം നൽകും. ജോലി സ്ഥലത്തെ രാഷ്ട്രീയത്തിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പണികൾ അല്ലെങ്കിൽ വിപണികൾ ഒക്കെ നേടാൻ അനുയോജ്യമായ സമയമാണ്. മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഈ മേഖലയിലുള്ളവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഫെബ്രുവരി 2, 23 തീയതികൾ ശുഭകരമായി കാണപ്പെടുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധപ്പെട്ട ബിസിനസ്സും പുരോഗതി ഉണ്ടാകും. വിശ്വകർമാവിൻ്റെ നക്ഷത്രമായതിനാൽ ചിത്രക്കാർക്ക് ഡിസൈനിങ്, ആർക്കിടെക്ചർ, ഫാഷൻ, അഭിനയം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക തിളക്കവും ഉണ്ടാകും. നിങ്ങളുടെ സർഗാത്മകതയ്ക്ക് ലോകം അംഗീകാരം നൽകുന്ന നിമിഷങ്ങളാകും ഫെബ്രുവരിയിൽ ഉണ്ടാകുക. ചിത്ര നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി ഈ വർഷം ഫെബ്രുവരി സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകളും മുന്നിൽ കാണണം. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ഈ സമയത്ത് വന്നു ചേരും. കുടുംബസ്വത്തോ വസ്തു വിൽക്കുന്നതിലൂടെയോ വാങ്ങുന്നതിലൂടെയോ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ഇടയുണ്ടാകും. കന്നിക്കൂറുകാർക്ക് പഴയ കടങ്ങൾ തീർക്കാൻ പറ്റിയ സമയമാണ്. വരുമാനം വർദ്ധിക്കുമെന്നത് സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള അവസരമായി കണക്കാക്കണം. ഫെബ്രുവരി 2ാം പകുതിയിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾക്കോ വേണ്ടി പണം വിനിയോഗിക്കേണ്ടി വരും. വൈകാരികമായ തീരുമാനങ്ങൾ സാമ്പത്തിക ബാധ്യത വരുത്താതെ നോക്കുക. ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിന് പകരം ആസ്തികൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദീർഘകാല നിക്ഷേപങ്ങൾ ഈ മാസം അനുകൂലമാണ്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫെബ്രുവരി 12, 13 തീയതികളിൽ വസ്തു ഇടപാടുകൾക്ക് മികച്ചതായി കാണുന്നു. ചിത്ര നക്ഷത്രക്കാരുടെ ആരോഗ്യസ്ഥിതി ഫെബ്രുവരിയിൽ പൊതുവെ തൃപ്തികരമായിരിക്കുമെങ്കിലും ചില മുൻകരുതലുകൾ അത്യാവശ്യമാണ്. ചൊവ്വയുടെ നക്ഷത്രമായാലും ഇവർക്ക് അഗ്നിസംബന്ധമായ പ്രശ്നങ്ങളോ പിത്തദോഷമോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഈ മാസത്തിൽ അലട്ടാം. ചൂടുള്ള കാലാവസ്ഥയിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും പോഷകാഹാരം കഴിക്കാനും ശ്രദ്ധിക്കുക. കന്നിക്കൂറുകാർക്ക് അസ്ഥികൾക്കും ചർമ്മത്തിനും സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകും. വ്യായാമം ശീലമാക്കുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കാനും ശരീരത്തിന് ഉന്മേഷം നൽകാനും സഹായിക്കും. അമിതമായ ചിന്തകളും ജോലിസ്ഥലത്തെ സമ്മർദ്ദവും മാനസിക ക്ഷീണത്തിന് കാരണമാകാം. ഉറക്കക്കുറവ്, തലവേദന പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ധ്യാനം, പ്രാണായാമം എന്നിവയിലൂടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഫെബ്രുവരിയിൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഹൃദ്യമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സ്വതന്ത്രമായ സ്വഭാവം ചിലപ്പോൾ കുടുംബ അംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം. ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ പുരോഗതിയിൽ അഭിമാനിക്കാൻ ഈ മാസത്തിൽ അവസരമുണ്ടാകും. പങ്കാളിക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് കുടുംബത്തിൽ സാമ്പത്തിക നിലയും മെച്ചപ്പെടുത്തും. എങ്കിലും ഫെബ്രുവരി മാസത്തോടെ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ടാകും. സംസാരത്തിൽ മിതത്വം പാലിച്ചാൽ മതി.
പങ്കാളിയോട് തുറന്ന് സംസാരിക്കുന്നതൊക്കെ തെറ്റിദ്ധാരണ അകറ്റാൻ സഹായിക്കും. അവിവാഹിതരായ ചിത്ര നക്ഷത്രക്കാർക്ക് പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ ഫെബ്രുവരി അനുകൂലമായി കാണുന്നു. ആശയവിനിമയത്തിലൂടെ പുതിയ വ്യക്തികളുമായി ആത്മബന്ധം സ്ഥാപിക്കാനും സാധിക്കും. പഴയ ബന്ധങ്ങളിൽ നിന്നുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധ്യതയുള്ളതിനാൽ വിവേകപൂർവ്വം പെരുമാറുക. മക്കളുടെ കാര്യത്തിൽ ആകുലതകൾ വർദ്ധിക്കാം, പ്രത്യേകിച്ച് അവരുടെ പഠന കാര്യങ്ങളിൽ. ഫെബ്രുവരി 2ാം പകുതിയോടെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം അച്ചടക്കത്തിൻ്റെയും ഏകാഗ്രതയുടെയും സമയമാണ്. ബുധൻ്റെ സ്വാധീനം വിശകലന ബുദ്ധി നൽകുമെങ്കിലും മനസ്സ് വ്യതിചലിക്കാനും സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവർക്ക് ഫെബ്രുവരിയിലെ സമയം അത്യധികം ഗുണം ചെയ്യും. ആസൂത്രിതമായ പഠനത്തിലൂടെ മികച്ച വിജയവും കൈവരിക്കാം. വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകളും ലഭിക്കും. ഇതിനായി പ്രവേശന നടപടികൾ ഈ മാസത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. കല, സാഹിത്യം, ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും സാധിക്കുന്ന മാസം കൂടിയാണ്. 2026 ഫെബ്രുവരി 15 വരുന്ന മഹാശിവരാത്രി ചിത്ര നക്ഷത്രക്കാർക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഓം നമഃ ശിവായ മന്ത്രം ജപിക്കുന്നതും മുൻകാല കർമ്മദോഷങ്ങൾ തീർക്കാൻ സഹായിക്കും. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കും. ചൊവ്വയുടെ ദേവതയായ മുരുകനെ ഭജിക്കുന്നത് ഊർജ്ജം വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും. ചൊവ്വാഴ്ചകളിൽ ഷൺമുഖ സ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണുഭവനെ ആരാധിക്കുന്നത് സാമ്പത്തിക ലാഭത്തിനും ഗൃഹസമാധാനത്തിനും കാരണമാകും. ചിത്ര നക്ഷത്രക്കാർക്ക് നക്ഷത്രത്തിൻ്റെ വൃക്ഷമായ കൂവളം സംരക്ഷിക്കുന്നതും ആരാധിക്കുന്നതും നല്ലതാണ്.